സാരമില്ല, മോള് വിഷമിക്കണ്ട. ദൈവം അനുവദിച്ചാ നമുക്ക് പിന്നീട് ഒരിക്കൽ പോവാം. മോള് കരയല്ലേ? അമ്മ എന്നെ തൊടണ്ട. ഞാൻ ഇനി അമ്മയുടെ മിണ്ടില്ല. ശമ്പളം കിട്ടിയതിന്റെ ചെലവല്ലേ? കുട്ടികൾക്ക് നിർബന്ധമായിരുന്നു. വല്ലപ്പോഴല്ലേ നമ്മളിങ്ങനെയൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കുന്നേ. ഇനി എല്ലാ മാസവും അമ്മയ്ക്ക് ശമ്പളം കിട്ടുമ്പോ കുഴിമന്തി വാങ്ങിക്കണം. അടുത്ത തവണ എനിക്ക് ബിരിയാണി വേണം. എന്തൊരു ബഹളമാടിയത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ചെലവാക്കി കളയരുത്, കേട്ടല്ലോ? അയ്യോ, എന്തോ ആടിയത്? ഒരു കോഴി മുഴുവനോടെ എങ്ങനെ പുഴുങ്ങിയെടുക്കുവോ? ഇതിനൊക്കെ ഇത്ര വലിയ ടേസ്റ്റ് ആണോ? അത് അമ്മൂമ്മ കുഴിമന്തി തിന്നാത്തോണ്ടാ. ഒരു ദിവസം തിന്നാ പിന്നെ അമ്മൂമ്മ എപ്പോഴും കഴിക്കും. ഓ അയ്യോ, എനിക്കൊന്നും വേണ്ടേ. എനിക്കിതിന്റെ ഒന്നും മണം പോലും പിടിക്കത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകം മഷ്റൂം ബിരിയാണി മേടിച്ചിട്ടുണ്ട്. അതെന്തോന്നു? അമ്മയും മഷ്റൂം എന്ന് പറഞ്ഞ കൂൺ ബിരിയാണി. ഓ, വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു സന്തോഷം നല്ലതാ. അമ്മേ, ഇതാ കടയിൽ നിന്നാ. ഏത് കടയിന്ന്? അന്നൊരു ദിവസം അച്ഛൻ മേടിച്ചോണ്ട് വന്നില്ലേ? എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഇതിനും അതേ ടേസ്റ്റ്. അവിടുന്നാണോ ഇത് വാങ്ങിയേ? ഇപ്പൊ അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും അവൾക്ക് താല്പര്യം ഗോകുലിനോടാണോ അതോ രാജീവേട്ടനോടാണോ? രാവിലെ റൂമിൽ വെച്ച് രണ്ടുപേരും കൂടി രഹസ്യമായി സംസാരിക്കുന്നു. രാജീവേട്ട, ചായ കുടിച്ചിട്ട് പോവാം. ചായ വന്നിട്ട് കുടിക്കാം. ഞാൻ ഇറങ്ങാ. ഇപ്പൊ തന്നെ പോയില്ലെങ്കിൽ ശരിയാവൂല. ശരിയല്ലേ? അവൾ ആരും അറിയാതെ ഇറങ്ങിപ്പോകുന്നു. അതേ സമയത്ത് തന്നെ രാജീവേട്ടനും ബുള്ളറ്റ് എടുത്ത് അവളുടെ പിന്നാലെ പോകുന്നു. ദൈവമേ, ഞാൻ വിചാരിക്കുന്നതൊക്കെ സത്യം തന്നെയാണെങ്കിൽ എന്റെ കൺമുന്നിൽ വെച്ച് എന്നെ ഒരു പൊട്ടിയാക്കി അവർ രണ്ടുപേരും കൂടെ നാടകം കളിക്കുവാണോ? അങ്ങനെ എങ്ങാനും സംഭവിച്ച ഈ ശിശിരയുടെ മറ്റൊരു മുഖം അവള് കാണും. ഗീതമേ, എല്ലാവരും ഇന്നുണ്ടല്ലോ അല്ലേ? വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഏട്ടാ, ഇതാണ് കനകാംബരൻ സാർ. സർ, ഇതെന്റെ ഏട്ടനാ. പേര് സച്ചിദാനന്ദൻ. നമസ്കാരം സർ. നമസ്കാരം. ഇരിക്കൂ. ഏട്ടൻ എന്ന് പറയുമ്പോ സ്വന്തം ബ്രദർ തന്നെയല്ലേ? അതെ സർ. എല്ലാരെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ആയിക്കോട്ടെ. സച്ചേട്ടാ, ഇതാ ഗീത ചേച്ചി. ഇവിടുത്തെ ഏറ്റവും സീനിയർ ചേച്ചിയാ. എന്നാ ഏട്ട സംസാരിക്കേ. ശരി സർ. സച്ചിദാനന്ദൻ എന്ത് ചെയ്യുന്നു?
ആ ഞാനൊരു ടാക്സി ഓടിക്കുക. ഓ, ടാക്സി ഡ്രൈവറാണല്ലേ? ഈ ടാക്സി ഓടിക്കുന്നതുകൊണ്ട് ജീവിക്കാനുള്ള വരുമാനം കിട്ടുമോ? ഒരു വിധത്തിൽ ഇങ്ങനെ പോകുന്നു സർ. ഹ, ഞാൻ ഈ ടാക്സിയിലൊന്നും സഞ്ചരിക്കാറില്ല. പ്രീമിയം വണ്ടികളിൽ മാത്രമേ ഞാൻ യാത്ര ചെയ്യാറുള്ളൂ. സച്ചിക്ക് വേണമെങ്കിൽ കുറെ കൂടെ നല്ലൊരു ജോലി ഞാൻ തരാം. ഹലോ, ആരാ? ആ ആ ശരി, ഞാനിപ്പോ തന്നെ വരാം. ആ എന്നാ പിന്നെ ഞാൻ വെക്കട്ടോ സർ. എന്താ ഇത്ര ധൃതി? നമുക്ക് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. അത് എനിക്കൊരു ഓട്ടോ ഉണ്ട്. ആ, ആയിക്കോട്ടെ. ആതിരെ, ആ. മോളെ ഞാൻ ഇറങ്ങാം. എനിക്കൊരു ഓട്ടോ ഉണ്ട്. ശരി. വൈകുന്നേരം വിളിക്കാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ വന്നോളാം. ശരി. ശരി.